ഹലോ, ഗുഡ് മോർണിംഗ്. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമുക്ക് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ ദിവസം യൂണിവേഴ്സ് നമുക്ക് തരുന്ന ഗൈഡൻസ് എന്തെല്ലാമാണ്? ഇന്നത്തെ ദിവസം നമുക്ക് എങ്ങനെയുണ്ട്, എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഇന്നത്തെ എനർജി എന്താണ്, ഇന്നത്തെ വൈബ്രേഷൻ എന്താണ് ഇന്ന് നടക്കാൻ പോകുന്നത് എന്ന് നോക്കാം. നിങ്ങൾ എപ്പോഴെങ്കിലും രാവിലെ റീഡിങ് കണ്ടിട്ട് പോയിട്ട് തിരിച്ചു വന്നപ്പോഴെങ്കിലും അതേ റീഡിങ് കണ്ടിട്ട് നോക്കിയിട്ടുണ്ടോ ഇതൊക്കെ സംഭവിച്ചോന്ന്? ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അങ്ങനെ വേണമല്ലോ. നടക്കുന്ന എന്തൊക്കെയെന്ന് ഓർത്ത് പ്രിക്കോഷൻ എടുത്താൽ പോരല്ലോ. അത് നടന്നോ, ഇന്ന് ഈ കാര്യങ്ങളൊക്കെ സംഭവിച്ചോ, എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ സംഭവിച്ചോ എന്ന് ആരെങ്കിലും ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. ഓക്കെ, നോക്കാം ഇന്നത്തെ എനർജി എന്താണ്. ഓക്കെ, നോക്കാം ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്തെല്ലാമാണ്. ത്രീ ഓഫ് കപ്സിൻ്റെ എനർജിയാണ് വന്നേക്കുന്നത്. അപ്പോൾ ഇന്നൊരു സെലിബ്രേഷൻ്റെ ദിവസമാണ്. ഇന്ന് ചിലപ്പോൾ നിങ്ങളുടെ കൂട്ടുകാരുടെയോ നിങ്ങളുടെ ക്ലോസ് കസിൻസിൻ്റെയോ ഒക്കെ കൂടെ പുറത്ത് എന്തെങ്കിലും ഒരു ചെറിയൊരു ട്രിപ്പിനോ അല്ലെങ്കിൽ കൂട്ടുകൂടിയിരുന്ന് വർത്തമാനം പറയാനോ ഒരു സെലിബ്രേഷനിൽ പങ്കെടുക്കാനോ ഒക്കെ സാധ്യതയുള്ളതായിട്ട് കാണുന്നുണ്ട്. അതാണ് ത്രീ ഓഫ് കപ്സ് പറയുന്നത്. അതുപോലെ ഫ്രണ്ട്ഷിപ്പ്, മോസ്റ്റ് പ്രോബബ്ലി ഫ്രണ്ട്ഷിപ്പാണ് നിങ്ങളുടെ കൂടെ. നിങ്ങളിൽ നിന്ന് പിരിഞ്ഞു പോയ ആരെങ്കിലും തിരിച്ചു വന്നിട്ട് നിങ്ങളത് ഒന്ന് സെലിബ്രേറ്റ് ചെയ്യുന്നതാകാൻ സാധ്യതയുണ്ട്. അതാണ് ത്രീ ഓഫ് കപ്സ് പറയുന്നത്. സെലിബ്രേഷൻ്റെയും അതുപോലെ തന്നെ ഫ്രണ്ട്ഷിപ്പിൻ്റെയൊക്കെ കാർഡാണ് ത്രീ ഓഫ് കപ്സ് പറയുന്നത്. അതുപോലെ കല്യാണത്തിലോ അങ്ങനെയുള്ള ഏതെങ്കിലും ഒക്കേഷൻസിൽ പങ്കെടുക്കാനുള്ള സാധ്യതയും ഇന്നുണ്ട്. അതാണ് ത്രീ ഓഫ് കപ്സ് എന്ന എനർജി പറയുന്നത്. ഓക്കെ, മോസ്റ്റ് പ്രോബബ്ലി നിങ്ങൾ 2-3 പേരൊക്കെ ആയിരിക്കും പുറത്ത് പോകുന്നത്. അപ്പം നിങ്ങൾക്ക് തന്നെ ആ ഒരു ട്രയോ ഫീൽ ചെയ്യാനായിട്ട് സാധ്യത, ഫീൽ ചെയ്യാൻ സാധ്യതയുണ്ട്. ഒരു ട്രയോ ബോണ്ട് ഫീൽ ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 4 ഓഫ് സ്വോർഡ്സ് ആണ്. നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ഈ 4 ഓഫ് സ്വോർഡ്സ് വരുന്നത് എനിക്കിഷ്ടമല്ല. 4 ഓഫ് സ്വോർഡ്സ് വരുമ്പോൾ അതിനകത്ത് നമുക്ക് നല്ല റെസ്റ്റ് ആവശ്യമുള്ളൊരു ദിവസമാണ് ഇതെന്ന് പറയുന്നുണ്ട്. ഒരു തീരുമാനം എടുക്കാൻ നിങ്ങൾ നിൽക്കുവാണെങ്കിൽ ഇന്നത്തെ ദിവസം തീരുമാനം എടുക്കേണ്ട. അത് അത്ര നല്ല ഒരു ദിവസമല്ല. ഇപ്പോൾ നിങ്ങളത് എടുക്കാൻ പാകമായ ഒരു മാനസികാവസ്ഥയിലല്ല ഉള്ളത്. അതുകൊണ്ട് തൽക്കാലം ഒന്ന് ക്ഷമിക്കാൻ പറയുന്നുണ്ട്. അതുപോലെ ചിലപ്പോൾ നിങ്ങൾക്ക് ബാക്ക് പെയിനോ കാലിന് വേദനയോ അങ്ങനെയൊക്കെ പെയിനായിട്ട് നിങ്ങൾ ചിലപ്പോൾ കിടക്കാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് കിടന്നാൽ മതി അല്ലെങ്കിൽ കിടക്കണമെന്ന് തോന്നാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും ബാക്ക് പെയിനും കാലുവേദനയായിരിക്കും. പിന്നെ കൈയും ഷോൾഡറും കൂടെ ഒന്ന് ശ്രദ്ധിക്കണം. പിന്നെ സർജറി പോലുള്ള എന്തെങ്കിലും ചെയ്തിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും റെസ്റ്റ് എടുക്കേണ്ടുന്ന ഒരു ദിവസമാണ്. ഇനി ഓവർ ടൈം ഒക്കെ ചെയ്യുന്ന ആളുകളാണെങ്കിൽ നിങ്ങളോടും തീർച്ചയായിട്ടും ഇന്ന് റെസ്റ്റ് എടുക്കണം എന്ന് തന്നെയാണ് പറയുന്നത് കേട്ടോ. പിന്നെ എപ്പോഴും പറയുന്ന പോലെ മരണം കേൾക്കാനോ അപകടം കാണാനോ അപകടം സംഭവിക്കാനോ ഒക്കെ സാധ്യതയുള്ളൊരു ദിവസമായിട്ടാണ് 4 ഓഫ് സ്വോർഡിൻ്റെ എനർജി ഉള്ള ദിവസം കാണുന്നത്. ഓക്കെ, അടുത്ത കാർഡ് വന്നിട്ട് മൂഡ് എനർജിയാണ്. അപ്പോൾ മൂഡ് സ്വിങ്സ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഇമോഷണൽ ഇംബാലൻസ് ഒക്കെ ഉള്ള ആളുകളാണ് നിങ്ങളെങ്കിൽ, അത് ആണായാലും പെണ്ണായാലും ഇമോഷണൽ ഇംബാലൻസ് ഉള്ള ആളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഈ മൂഡ് സ്വിങ്സ് ഒരു വലിയ പ്രശ്നമായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല എന്തുകൊണ്ടാണ് ഇന്ന് ഭയങ്കര ഡീപ്പ് ഡിപ്രഷനിലേക്ക് വന്നിരിക്കുന്നത്, ഇന്നലെ വരെ ഇല്ലായിരുന്നല്ലോ, ഇതെന്താണെന്ന് നിങ്ങൾക്ക് പെട്ടെന്ന് തോന്നുന്നുണ്ടായിരിക്കും. അത് ചിലപ്പം നിങ്ങളുടെ ഹോർമോണൽ ചേഞ്ചസ് കൊണ്ടായിരിക്കും. അപ്പോൾ ലേഡീസിനൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് പീരിയഡ്സ് ഒക്കെ ആയതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ അത് സംഭവിക്കുന്നത്. പുരുഷന്മാർക്കാണെങ്കിലും ഈ ഹോർമോണൽ ഇംബാലൻസ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് ഷോർട്ട് ടെമ്പേർഡ് ആകാനും വഴക്കുണ്ടാക്കാനൊക്കെ ഉള്ളൊരു സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ മൂഡ് എനർജി കാണുമ്പോൾ എപ്പോഴും അത് എന്തെങ്കിലും പേടിപ്പിക്കുന്ന ഒരു കാര്യം കൊണ്ടാകണമെന്ന് നിർബന്ധമില്ല. നിങ്ങളുടെ ബോഡിയിലുള്ള മാൽ ഫങ്ഷനിങ് ഓഫ് എന്തെങ്കിലും ആകാനും സാധ്യതയുണ്ട്. അപ്പോൾ ഹോർമോണൽ ഇംബാലൻസ് ഒക്കെ ഉള്ളവരാണെങ്കിൽ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. പിന്നെ നോക്കുവാണെങ്കിൽ ഇന്നത്തെ ദിവസം ഒരു പേടിയൊക്കെ നിങ്ങൾക്ക് തോന്നാൻ സാധ്യതയുണ്ട്. ഒരു ഭയം, ഉള്ളിൻ്റെ ഉള്ളിൽ വെറുതെ ഒരു ഭയം തോന്നാനോ അല്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്ന എന്താണെന്നോർത്ത് ഒരു ആകുലത തോന്നാനോ ഒക്കെ സാധ്യതയുണ്ട്. അതുപോലെ ഒരു കള്ളത്തരം കാണിച്ചിട്ടുണ്ടെങ്കിൽ കള്ളത്തരം പൊളിയുക എന്നൊരു ഇതുണ്ട് ഇതിന്. അതായത് നമുക്കൊരു ഇരുമുഖമുള്ള ആളുകളാണെങ്കിൽ അതിലൊന്ന് അഴിഞ്ഞു വീഴാനും അത് പിടിക്കപ്പെടാനും ഇയാൾ ഇങ്ങനത്തെ ആളാണോ എന്ന ആളുകൾക്ക് തോന്നുന്ന
അങ്ങനെ സംഭവിക്കുമ്പോൾ ഒന്ന് ഭയപ്പെടുന്ന ഒരു ദിവസമായിട്ട് കാണുന്നുണ്ട് മൂൺ എനർജി. പിന്നെ നിങ്ങളുടെ ഇൻഡ്യൂഷൻസ് നന്നായിട്ട് വർക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്ക് വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് മുന്നേ തന്നെ ഒരു ധാരണ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ നിങ്ങൾക്ക് ഒരു പ്രത്യേക ഗട്ട് ഫീലിങ്സ്, ഞാനത് ഇന്നലത്തെ റീഡിങ്സിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു പ്രത്യേക ഗട്ട് ഫീലിങ്സ് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. അതായത് നിങ്ങളുടെ ആരെയെങ്കിലും നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിരിക്കുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ആളുകളെ അവരുടെ ഇമോഷൻസ് മിറർ ചെയ്യുന്നതാവാം, അവരുടെ പെയിൻസ് മിറർ ചെയ്യുന്നതാവാം. ചിലപ്പോൾ അവർക്ക് പെയിൻ ഉണ്ടാകുമ്പോൾ അതേ സ്ഥലത്ത് നിങ്ങൾക്ക് പെയിൻ ഉണ്ടാവാം. അവർ ഭയങ്കര ഇമോഷണലി വീക്ക് ആവുന്ന സമയത്ത് നിങ്ങൾക്കും ഇമോഷണലി വീക്ക് ആവുന്നതായിട്ട് തോന്നാം. അപ്പോൾ അതൊക്കെ ഇത് ഇൻ്റർ കണക്റ്റഡ് ആണ്, അതൊരു ടെലിപ്പതിക്കൽ കമ്മ്യൂണിക്കേഷൻ ആണ്. അപ്പോൾ അത് അവരുടെ എന്ത് ഫീലിംഗ് ആണോ ഉള്ളത് ആ ഫീലിങ്സ് അതേപടി നിങ്ങൾക്ക് മിറർ ചെയ്യുന്നതാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇന്ന് മൊത്തത്തിലൊരു മൂഡ് സ്വിങ്സ് ഒക്കെ തോന്നാൻ സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. അതുപോലെ ഇൻഡ്യൂഷൻ കൂടുതലായിരിക്കും, കുറച്ച് കൂടുതൽ ഗട്ട് ഫീലിങ്സ് വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കും. അതൊക്കെയാണ് മൂൺ എനർജി പറയുന്നത്. ഓക്കെ, ഇതൊക്കെ നൈമിഷികമാണ് കേട്ടോ. എന്നൊക്കെ ഒരു ദിവസത്തെ എനർജിയാണ്. അത് രാവിലെ വന്ന് ഉച്ചയ്ക്കങ്ങ് പൊക്കോളും, അല്ലെങ്കിൽ ഉച്ചയ്ക്ക് വന്ന് വൈകിട്ടങ്ങ് പൊക്കോളും. അതൊന്നും ഒരു കാര്യമുള്ള കാര്യമല്ല. നമ്മൾ കുറച്ച് ഹാപ്പി ആയിട്ടിരിക്കാമെന്ന് തീരുമാനിച്ചാൽ മാറിപ്പോകുന്ന പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ. ഓക്കെ, അടുത്തത് 6 ഓഫ് വാണ്ട്സിൻ്റെ എനർജിയാണ്. ഒരു റീയൂണിയൻ കുറേ പേർക്കൊക്കെ കാണുന്നുണ്ട്. 6 ഓഫ് വാണ്ട്സ് നിങ്ങൾക്ക് റെക്കഗ്നേഷൻ കിട്ടുന്നതാകാം, നിങ്ങളെ ആളുകൾ അഭിനന്ദിക്കുന്നതാവാം, നിങ്ങളുടെ പേര് ഉയർന്നു കേൾക്കുന്നത്, മറ്റുള്ളവർ നിങ്ങളുടെ പേര് സജസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നിങ്ങൾ അറിയുന്നതാവാം, നിങ്ങൾക്ക് സക്സസ് വിക്ടറി വരുന്നതാകാം. നിങ്ങൾ ഏത് മേഖലയിലാണോ പ്രവർത്തിക്കുന്നത് ആ മേഖലയിൽ നിങ്ങൾ മികച്ച ആളാണ് എന്ന് മറ്റുള്ളവർ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നതാകാൻ സാധ്യതയുണ്ട്. അതുപോലെ നിങ്ങളോട് നിങ്ങളുടെ പേര്, നിങ്ങൾ ചെയ്ത പ്രവൃത്തിക്കുള്ള പാരിതോഷികങ്ങൾ നിങ്ങൾക്ക് കിട്ടാനോ, നിങ്ങൾ പാരിതോഷികങ്ങൾ സ്വീകരിച്ച് നിങ്ങൾ അഭിമാനത്തോടു കൂടി നിൽക്കാനോ സാധ്യതയുണ്ട്. അതുപോലെ ഇന്ന ദിവസം മംഗള കർമ്മങ്ങളിൽ പങ്കെടുക്കാൻ സാധ്യതയുണ്ട്, കല്യാണത്തിനൊക്കെ പങ്കെടുക്കുന്നതാവാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ തന്നെ കല്യാണമോ കല്യാണ നിശ്ചയമോ ഒക്കെ ആകാൻ സാധ്യതയുണ്ട്. മാനിഫെസ്റ്റ് ചെയ്തിട്ടുള്ള ആളുകൾക്കാണെങ്കിൽ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ വർക്ക് ആവുന്നതായിട്ട് കാണുന്നുണ്ട്. അതൊക്കെയാണ് 6 ഓഫ് വാണ്ട്സ് പറയുന്നത്. ഓക്കെ, റിയൂണിയൻ്റെ കാർഡാണ് കേട്ടോ 6 ഓഫ് വാണ്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് കാർഡ് നോക്കാം. നെക്സ്റ്റ് കാർഡ് വന്നിട്ട് പേജ് ഓഫ് സോർഡ്സ് ആണ്. അപ്പോൾ നിങ്ങൾ ഇത് തന്നെയാണ്, ഈ 4 ഓഫ് സോർഡ് പറയുന്നത് തന്നെയാണ് പേജ് ഓഫ് സോർഡും പറയുന്നത്. നിങ്ങൾ ഒരു തീരുമാനം എടുക്കാൻ അല്ലെങ്കിൽ നിങ്ങളൊരു ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നേ ദിവസം അതിന് പറ്റിയ ഒരു സമയമല്ല. കാരണം ഇതിന് തൊട്ട് മുൻപിലത്തെ ഘട്ടം എന്ന് പറയുന്നത് നിങ്ങൾ വളരെ പെയിൻഫുൾ ആയിട്ടുള്ള ഒരു എൻഡിങ്ങിലൂടെ കടന്നു പോയിട്ടുണ്ട്. നിങ്ങൾക്ക് തീരുമാനം എടുക്കാൻ പറ്റാതെ നിങ്ങൾക്കൊന്ന് തിരിഞ്ഞു പോലും നോക്കാൻ പറ്റുന്നതിന് മുമ്പ് നിങ്ങൾ വീണ് പോയ ഒരു അവസ്ഥ ചിലപ്പോൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ വീണ് കിടന്ന, ഡിപ്രഷനിൽ കൂടെ പോയിട്ടുള്ള, ജോലി നഷ്ടപ്പെട്ട, പ്രണയനൈരാശ്യം സംഭവിച്ച, അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ഘട്ടത്തിലൂടെ കടന്നു പോയിട്ടുള്ളവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഇനിയൊരു തീരുമാനം എടുക്കുമ്പോൾ ഒരു ഭയം കാണാം. ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കാണുമ്പോഴും പേടിക്കും എന്ന് പറഞ്ഞ ഒരു ഫീലാണ് ഈ പേജ് ഓഫ് സോർഡ്സിനുള്ളത്. നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നും എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കണം, എനിക്കിനി ഒരുപാട് പഠിക്കാനുണ്ട്, ഒരുപാട് മുന്നോട്ട് പോകാനുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നും. നിങ്ങൾ പഠിക്കാൻ തീരുമാനിക്കുന്നു, മുന്നോട്ട് പോകുന്നു. ചിലപ്പോൾ നിങ്ങൾ ഓൾറെഡി ലെസൺസ് ഒക്കെ ലേൺ ചെയ്തിട്ടുള്ളത് കൊണ്ട് അതിൻ്റെ ബേസിസിലായിരിക്കും നിങ്ങൾ പുതിയ ലെസൺസ് പഠിക്കുന്നത്. അത് കഴിഞ്ഞ് നിങ്ങൾ ഒരു തീരുമാനം എടുക്കാൻ പോകുമ്പോൾ നിങ്ങൾക്ക് ഭയമായിരിക്കും. കാരണം മുൻപെടുത്ത ഒരു തീരുമാനം പാളിപ്പോയതുകൊണ്ടാണല്ലോ നിങ്ങൾ 10 വാളുകൾ തറച്ച് കിടക്കേണ്ടി വന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു തീരുമാനം എടുക്കുമ്പോൾ ഒരു ഭയം ഉണ്ടാകും മനസ്സിലാവും. അപ്പോൾ ഇന്നേ ദിവസം എന്തെങ്കിലും തീരുമാനം എടുക്കാൻ പോകുന്നവർ പെട്ടെന്ന് തിരിഞ്ഞ് ആലോചിക്കും. നേരത്തെ ഒരു തീരുമാനം എടുത്തപ്പോൾ പാളിപ്പോയതാണ്, അപ്പോൾ ഇനി തീരുമാനം എടുക്കുമ്പോൾ ഞാൻ ശ്രദ്ധിക്കണം, അതുകൊണ്ടൊന്ന് ആലോചിച്ചിട്ട് എടുത്താൽ മതി, തൽക്കാലം തീരുമാനം ഇപ്പോൾ എടുക്കണ്ട, അതൊക്കെ ഒന്ന് വെയിറ്റ് ചെയ്യാം എന്ന് നിങ്ങൾ തീരുമാനിക്കുന്ന ദിവസമാണ് പേജ് ഓഫ് സോർഡ്സ്. ഓക്കെ, നിങ്ങൾ പിന്നിലേക്കൊന്ന് തിരിഞ്ഞ് പഴയ കാര്യങ്ങളെയൊക്കെ ഇവാലുവേറ്റ് ചെയ്യും. മുമ്പ് നടന്നത് എന്താണ്, എന്തുകൊണ്ടാണ് അത് സംഭവിച്ചത്, അപ്പോൾ ഇനി സംഭവിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ തീരുമാനം എടുത്താൽ പോരാ, വേറെ രീതിയിൽ മാറി ചിന്തിക്കണം എന്നൊക്കെ നിങ്ങൾക്ക് തന്നെ പറഞ്ഞു കൊടുക്കുന്ന ദിവസമാണ് പേജ് ഓഫ് സോർഡ്സ്. ഭയങ്കര ആവേശമായിരിക്കും, റിസ്ക് എടുക്കാൻ റെഡിയാണ്, എങ്ങനെ വേണമെങ്കിലും ചാടി പുറപ്പെട്ട് ജോലി ചെയ്യാനൊക്കെ ആക്ഷൻ എടുക്കാൻ റെഡിയാണ്. പക്ഷേ ഒന്ന് ആലോചിച്ചിട്ട് മാത്രമേ തീരുമാനം എടുക്കാൻ പാടുള്ളൂ എന്നാണ് പേജ് ഓഫ് സോർഡ്സ് പറയുന്നത്. അതുപോലെ പേജ് ഓഫ് സോർഡ്സ് പറയുന്ന ദിവസങ്ങളിലൊക്കെ നമുക്കറിയാം നിങ്ങളുടെ പഴയ കൂട്ടുകാരോ പഴയ സഹപ്രവർത്തകരോ ഒക്കെ നിങ്ങളെ വന്ന് കാണാനോ അവരുമായിട്ട് കമ്മ്യൂണിക്കേഷൻ കിട്ടാനോ അവരെക്കുറിച്ച് ആരെങ്കിലും പറഞ്ഞു കേൾക്കാനോ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ മുൻജന്മങ്ങളിൽ നിന്ന് ആരെങ്കിലും നിങ്ങളെ തേടിയുന്ന ദിവസം വരാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ പാസ്റ്റ് ലൈഫിൽ നിന്ന് ആരെങ്കിലും നിങ്ങൾ ഇന്ന ദിവസം കണ്ടുമുട്ടാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്കത് മനസ്സിലാവും. അവർ വന്ന് എന്തെങ്കിലും ഒരു കാര്യം സംഭവിച്ചു പോയതിന് ശേഷം നിങ്ങൾക്ക് മനസ്സിലാവും, എന്തോ ഒരു കാര്യം കഴിഞ്ഞു പോയതുപോലെ, എന്തോ ഒരു ശൂന്യത പോലെയോ അല്ലെങ്കിൽ ഒരു ഭാരമില്ലായ്മയൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യും. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും
മുൻജന്മത്തിൽ നിന്നുള്ള ഒരാളാണ് ഇപ്പോൾ വന്നുപോയത്. എന്തോ ഒരു കാര്യം സംഭവിച്ചു കഴിഞ്ഞു, ജീവിതത്തിൽ ഒരു കാര്യം സംഭവിച്ചു എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അതാണ് പേജ് ഓഫ് സോഡ്സ് പറയുന്നത്. നെക്സ്റ്റ് 5 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. അപ്പോൾ സൂക്ഷിക്കുക, നിങ്ങളുടെ വിലപിടിപ്പുള്ള വസ്തുക്കളെല്ലാം വളരെ സൂക്ഷ്മമായി കൈകാര്യം ചെയ്യുക. ഓക്കെ, അത് വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം, കാരണം നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റത്തില്ല. അടുത്തത് ഇവിടെ ഒരു ഫിനാൻഷ്യൽ ലോസിൻ്റെ കാർഡാണ്. അപ്പോൾ പണനഷ്ടം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് പണത്തിനെ കൃത്യമായി കൈകാര്യം ചെയ്യുക. പണം നമ്മളെപ്പോൾ ചിലവ് ചെയ്താലും അതിനോട് നന്ദി പറഞ്ഞിട്ട് എൻ്റെ കയ്യിലേക്ക് വന്നതിന് നന്ദി എന്നും പറയുക. പോയിട്ട് തിരിച്ച് എൻ്റെ അടുത്തേക്ക് തന്നെ വരണം എന്നും പറഞ്ഞിട്ട് വേണം നമുക്ക് മണി എനർജിയെ ഇടാൻ വേണ്ടിയിട്ട്. അതുപോലെ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ പണം സ്പെൻഡ് ചെയ്യരുത്. അതുപോലെ ട്രേഡിങ്ങോ അങ്ങനെ പെട്ടെന്ന് പണക്കാരനാവുക എന്ന ഉദ്ദേശത്തോടു കൂടി ട്രേഡിങ്ങിലോ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടിലോ ഷെയർ മാർക്കറ്റിലൊക്കെ പണം നിക്ഷേപിക്കുന്നവർക്ക് ഫിനാൻഷ്യൽ ലോസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് ലോട്ടറി ആണെങ്കിലും മതി കേട്ടോ. ലോട്ടറി അടിക്കുമെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ പോയി 10, 20, 30, 50, 100 ഒന്നും ലോട്ടറികൾ പോയി എടുക്കരുത്. അവിടെ ഫിനാൻഷ്യൽ ലോസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതാണ് 5 ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത്. മാനസികമായിട്ട് അത്ര സുഖമുള്ളൊരു ദിവസം എന്നല്ല, ചില സമയത്ത് നിങ്ങൾക്ക് മാനസികമായിട്ട് വല്ലാത്തൊരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യും. ഇനി ശാരീരികമായിട്ട് നോക്കിയാൽ നിങ്ങൾക്ക് ചില പ്രശ്നങ്ങൾ നിങ്ങളുടെ കൈക്ക്, ഷോൾഡറിന്, കാലിനൊക്കെ ബുദ്ധിമുട്ടുള്ളതുപോലെ തോന്നാൻ സാധ്യതയുണ്ട്. സ്കിൻ ഡിസീസുകളൊക്കെ ചിലപ്പോൾ ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. ഓക്കെ, അതാണ് 5 ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത്. ഓക്കെ, അപ്പോൾ പണം വളരെ സൂക്ഷിച്ച് മാത്രം കൈകാര്യം ചെയ്യുക. അല്ലെങ്കിൽ ഇന്ന് എന്തെങ്കിലും ഒരു കാര്യം ആരെങ്കിലും ചെയ്യാം, നമുക്കെന്ത് ചെയ്താലോ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ കയ്യിൽ പൈസ ഇല്ലല്ലോ, ഒരു പൂർ മണി മൈൻഡ് സെറ്റാണ്, എൻ്റെ പണമില്ലല്ലോ എന്നുള്ളൊരു ഇൽ ഫീലിംഗ് നിങ്ങൾക്ക് തോന്നാൻ സാധ്യതയുണ്ട്. ഓക്കെ, അതാണ് 5 ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത്. ഫിനാൻഷ്യൽ ലോസോ അല്ലെങ്കിൽ നമ്മുടെ പണം, വിലപിടിപ്പുള്ള വസ്തുക്കൾ നഷ്ടപ്പെട്ടു പോകാനാണ് കേട്ടോ. അതിപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ റിങ് നഷ്ടപ്പെട്ട കാര്യമൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് എല്ലാവരും സൂക്ഷിക്കുക. അടുത്തത് 4 ഓഫ് കപ്സ് ആണ്. 4 ഓഫ് സോഡിൻ്റെ താഴെ തന്നെ 4 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ പാസ്റ്റിൽ നഷ്ടപ്പെട്ടു പോയ ചില കാര്യങ്ങളെ ഓർത്തിട്ട് ദുഃഖിച്ചാണ്ടിരിക്കുന്നത്, അതിൽ മാത്രമാണ് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അത് തിരിച്ചു കിട്ടിയാൽ മാത്രമേ ഞാൻ സന്തോഷിക്കത്തുള്ളൂ, അത് കിട്ടിയാൽ മാത്രമാണ് എനിക്കൊരു ആനന്ദമുള്ളൂ എന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങളിരിക്കുന്നത്. എന്നാൽ അതിനേക്കാൾ മികച്ചതൊക്കെ നിങ്ങൾക്ക് ചുറ്റും ഉണ്ട് താനും. നിങ്ങളിതൊന്നും കാണത്തുമില്ല. കാരണം നിങ്ങൾ നഷ്ടപ്പെട്ടു പോയതിനെ ഓർത്ത് ഇങ്ങനെ ദുഃഖിച്ചുകൊണ്ട് ഇരിക്കുവാണ്. നിങ്ങളുടെ സന്തോഷങ്ങൾ ഇപ്പുറത്ത് അതിമനോഹരമായ സന്തോഷങ്ങൾ ഇപ്പുറത്ത് വരുന്നുണ്ട്. പക്ഷേ നിങ്ങളത് ഗവനിക്കുന്നേ ഇല്ല എന്നാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾ ഇന്നത് അങ്ങനെ ഇരിക്കണ്ട, നിങ്ങളൊന്ന് ചുറ്റും എഴുന്നേറ്റൊക്കെ നടക്കുക, ഒന്ന് ചുറ്റുമട്ടമൊക്കെ ഒന്ന് നോക്കുക. നിങ്ങൾക്കുള്ളതെല്ലാം ഇവിടെ തന്നെ ഉണ്ട്. അടുത്തത് കിങ് ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ്. ഇന്ന് നിങ്ങളുടെ ഇമോഷൻസിന് മേൽ നിങ്ങളുടെ അധികാരം പ്രയോഗിക്കുക, അല്ലെങ്കിൽ ഹെഡ് ഓവർ ഹാർട്ടാണ്. അതായത് ഇമോഷൻസിനേക്കാൾ കൂടുതൽ നിങ്ങളുടെ തീരുമാനങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ദിവസമായിരിക്കും. അപ്പോൾ ഒരു ഇമോഷൻസിനും അവിടെ നിങ്ങൾ ഒരു വിലയും കൊടുക്കത്തില്ല. വളരെ കൺവീനിയൻ്റ് ആയിട്ട്, വളരെ കൺവിൻസിങ് ആയിട്ട് മറ്റുള്ളവർക്ക് കൃത്യമായി ആശയവിനിമയം നടത്തി നിങ്ങൾ കാര്യങ്ങൾ നടത്തിയെടുക്കാൻ സാധ്യതയുണ്ട്. ഇന്ന് കമ്മ്യൂണിക്കേഷൻ കംപ്ലീറ്റ് ആയിട്ട് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. അവിടെ ഒരു തരി പോലും ഒരു സംശയത്തിനിട നൽകരുത്. വളരെ സ്റ്റേബിൾ ആയിരിക്കണം. കട്ട് ആൻഡ് ഡ്രൈവായിട്ട് തീരുമാനങ്ങൾ എടുക്കുക. പാർഷ്യാലിറ്റി കാണിക്കരുത്. അടുത്ത 7 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. പണത്തിന് വേണ്ടി കാത്തിരിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചുന്ന വളരെ നല്ലൊരു ദിവസമാണ്. നിങ്ങളിലേക്ക് പണം വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. 7 ഓഫ് പെൻറ്റക്കിൾസ്. നെക്സ്റ്റ് ഡെത്ത് ആൻഡ് റീബർത്ത് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളെ കുറേ നിങ്ങൾ ആവശ്യമില്ലെങ്കിൽ ഹോൾഡ് ചെയ്ത് വെച്ചിരുന്ന കുറേ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇന്ന് റിലീസ് ചെയ്ത് കളയുന്നതായിട്ട് കാണുന്നുണ്ട്. അതാണ് ഡെത്ത് ആൻഡ് റീബർത്ത് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമില്ലാന്ന് മനസ്സിലാവുന്നത് കൊണ്ട് നിങ്ങൾ അതിനെ വേണ്ടെന്ന് വെച്ച് കളയുന്നതാവാൻ സാധ്യതയുണ്ട്. അതാണ് ഡെത്ത് കാർഡ്. അല്ലെങ്കിൽ നിങ്ങളായിട്ട് കളയുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് യൂണിവേഴ്സായിട്ട് എടുത്ത് മാറ്റുന്നതായിരിക്കാം. അപ്പം നിങ്ങൾ മനസ്സിലാക്കുക, ഇന്ന് എന്തെല്ലാം ഒഴിവായി പോകുന്നുണ്ടോ അതെല്ലാം നിങ്ങൾക്ക് ആവശ്യമില്ലാത്തതായിരുന്നു. ഇനി ഒരിക്കൽ കൂടി അത് തിരിച്ചു വന്നാലും നിങ്ങൾ അതിനെ ഹോൾഡ് ചെയ്യാൻ ആവശ്യമില്ല. അത് നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനം അല്ല. പിന്നെ 5 ഓഫ് വാണ്ടിൻ്റെ എനർജി ഉണ്ട്. നിങ്ങൾക്ക് ചുറ്റും ഗോസിമോങ്കേഴ്സ് ഉണ്ട്. നിങ്ങൾ പുറമേ കാണുമ്പോൾ നിങ്ങളെ ചിരിച്ചു കാണിക്കുന്ന പല ആളുകളും നിങ്ങളില്ലാത്ത സാഹചര്യങ്ങളിൽ നിങ്ങൾക്കെതിരെ സംസാരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അവർ നിങ്ങൾ എതിർത്ത് സംസാരിക്കാനോ നിങ്ങൾക്കെതിരെ സംസാരിക്കാനോ നിങ്ങൾക്കെതിരെ ഗോസിപ്പുകൾ ഉണ്ടാക്കാനോ സാധ്യതയുണ്ട്. അപ്പോൾ ചുറ്റും നിൽക്കുന്ന ആളുകളെ നിങ്ങൾ ഇന്ന ദിവസം വിശ്വസിക്കേണ്ടതില്ല. ഓക്കെ, അവരെന്ത് മാനിപ്പുലേറ്റ് ചെയ്യാൻ വന്നാലും നിങ്ങൾ അതിൽ വീണ് പോകരുത്. നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി നിൽക്കണം. അവരൊക്കെ നിങ്ങളോട് കോമ്പീറ്റ് ചെയ്യാൻ വരുന്നവരാണ്. നിങ്ങൾ അവരെക്കാൾ മികച്ചതാണെന്നൊരു ചിന്ത അവർക്കുള്ളതുകൊണ്ട് നിങ്ങളെ ടാർണിഷ് ചെയ്യാൻ എന്ത് വിധേനയും നിങ്ങളെ ചെറുതാക്കാൻ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ആളുകളാണ് നിങ്ങൾക്ക് ചുറ്റുമുള്ളതെങ്കിൽ നിങ്ങൾ അവരെ
മൈൻഡ് ചെയ്യരുത്, അവരുടെ മാനിപ്പുലേഷൻസിൽ നിങ്ങൾ പോയി വീഴരുത്. അപ്പോൾ ഇതാണ് ജനറൽ റീഡിങ്. അടുത്തത് ഏഞ്ചൽസിൻ്റെ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. എന്ത് ഗൈഡൻസ് ആണ് ഏഞ്ചൽസ് ഇന്നേ ദിവസം നമുക്ക് തരുന്നത്? ഏഞ്ചൽസിനുള്ള ഗൈഡൻസ് നോക്കാം. ഏഞ്ചൽസിനുള്ളതല്ല, ഏഞ്ചൽസ് തരുന്ന ഗൈഡൻസ്. ആസ്ക് ഫോർ ഹെൽപ്പ് ഫ്രം അതേഴ്സ്. മറ്റുള്ളവരിൽ നിന്നും സഹായം കിട്ടുമെങ്കിൽ സ്വീകരിക്കുക എന്ന് പറയുന്നുണ്ട്. മറ്റുള്ളവരോട് സഹായം ചോദിക്കുക. 2, ഹെൽപ്ഫുൾ പീപ്പിൾ. വീണ്ടും സെയിം തന്നെയാണ്, ആളുകൾ നിങ്ങളെ സഹായിക്കാൻ ഇന്ന ദിവസം തയ്യാറായിരിക്കും. അടുത്തത് ബിഗ് ഹാപ്പി ചേഞ്ചസ്. ഒന്നും പേടിക്കണ്ട, വളരെ സന്തോഷകരമായ മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് വരുന്നുണ്ട്. അത് യൂണിവേഴ്സിൻ്റെ സമ്മാനമാണ്. നിങ്ങൾ കൈ നീട്ടി സ്വീകരിക്കുക. നഷ്ടപ്പെട്ടതിനെ ഓർത്ത് ദുഃഖിച്ചിരിക്കേണ്ട ആവശ്യം ഇല്ല. നിങ്ങൾക്ക് നല്ലത് നിങ്ങളിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാ സമയവും നടക്കേണ്ടത് കൃത്യമായി നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ അത് നിങ്ങൾ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. അത് സംഭവാമി യുഗേ യുഗേ, അതിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഓക്കെ, കൺസിസ്റ്റൻ്റ് ആയിട്ട് അതിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. വന്നും പോയും ഇരിക്കും. നമ്മൾ വെറുതെ അതിൻ്റെ പിന്നാലെ ഇങ്ങനെ അലയണ്ട. ഓക്കെ, അപ്പോൾ അടുത്തത് ലവേഴ്സിനുള്ള ഓറക്കിളാണ്. ലവേഴ്സിന് എന്ത് ഗൈഡൻസ് ആണ് ഇന്നേ ദിവസം യൂണിവേഴ്സ് തരുന്നത് നോക്കാം. എന്ത് ഗൈഡൻസ് ആണ് യൂണിവേഴ്സ് തരുന്നത്? ഫസ്റ്റ്, പാഷൻ. അലവ് യുവർ ഹാർട്ട് ആൻഡ് സോൾ ടു സിങ് വിത്ത് ജോയ്. അപ്പം നിങ്ങളോട് അലൈൻഡ് ആയിട്ടിരിക്കാനാണ് പറയുന്നത്. നിങ്ങളുടെ ഹാർട്ടിനോടും സോളിനോടും പാട്ടും പാടി സന്തോഷമായിട്ടിരിക്കൂ. നിങ്ങൾ പാഷനേറ്റ് ആയിട്ടിരിക്കൂ. അപ്പോൾ എന്തിനാണോ നിങ്ങൾക്ക് പാഷനേറ്റ് ആയിട്ടിരിക്കേണ്ടത്, അല്ലെങ്കിൽ എന്താണോ നിങ്ങൾ പാഷൻ, അത് നിങ്ങളിലേക്ക് വന്നു ചേരും. അടുത്തത് പ്ലേഫുൾനെസ് ആണ്. ടു റീക്യാപ്ചർ റൊമാൻസ്, അലവ് യുവർ ഇന്നർ യൂത്ത്ഫുൾ സ്പിരിറ്റ് ടു ഫൺ ടു ഷൈൻ. അപ്പം ഈ പ്ലേഫുൾനെസ് ഒക്കെ നഷ്ടപ്പെടുമ്പോഴാണ് ഈ റിലേഷൻഷിപ്പിൽ ഭയങ്കരമായിട്ട് ക്രാക്സ് വീഴുന്നതും അവിടെ മൂന്നാമതൊരാളുടെ ഇൻ്റർഫിയറൻസ് ഒക്കെ ഉണ്ടാവുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴും ഒരു ഫൺ എലമെൻറ്റ് അതിലുണ്ടാവണം. റിലേഷൻഷിപ്പുകൾ എന്ന് വെച്ചാൽ വളരെ സ്മൂത്ത് ഗോയിങ് ആയിരിക്കണം, അല്ലാതെ വളരെ സ്റ്റിഫായിട്ടിരുന്നിട്ട് ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ട് ഹെക്റ്റിക് ആയിട്ടിരുന്ന് ഇമോഷണലി ഭയങ്കര ഹെക്റ്റിക് ആക്കി വെക്കുന്ന ഒരു കാര്യമായിരിക്കരുത് റിലേഷൻഷിപ്പുകൾ. അടുത്തത് കോ ഡിപ്പെൻഡൻസി. അഡിക്ഷൻസ് ആർ അഫക്റ്റിംഗ് യുവർ റൊമാൻറ്റിക് ലൈഫ്. പോസസീവ്നെസ് നല്ലതാണ്, സ്നേഹം നല്ലതാണ്. പിന്നെ ഒരു രഹസ്യം പറയാം, ആരോടും പറയരുത്. ഈ സ്നേഹം എന്ന് പറയുന്ന ഒരുതരം പോസസീവ്നെസ് തന്നെയാണ്. പോസസീവ്നെസ് ഇല്ലെങ്കിൽ സ്നേഹമൊന്നുമില്ല. പക്ഷേ ഈ പോസസീവ്നെസ് കൊണ്ട് തന്നെയാണ് മനുഷ്യർ ഏറ്റവും കൂടുതൽ ട്രോമാറ്റിക് ആവുന്നത്. പോസസീവ്നെസ് കൂടുന്തോറും അപ്പുറത്ത് നിൽക്കുന്ന ആൾ ഓടിക്കൊണ്ടേയിരിക്കും. അവർക്ക് ഡിറ്റാച്ച്മെൻറ്റ് തോന്നും. എത്ര കൂടുതൽ ഇവിടുന്ന് അട്രാക്ഷനും അഡിക്ഷനും തോന്നുന്നോ അത്രത്തോളം ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് ഡിറ്റാച്ച്മെൻറ്റ് തോന്നും, അവർക്ക് വെറുപ്പ് തോന്നും. അപ്പോൾ അത് ഉണ്ടാവാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുക. ലാസ്റ്റ് വൺ, ഇറ്റ് ഈസ് സേഫ് ഫോർ യു ടു ലവ്. ഓപ്പൺ യുവർ ഹാർട്ട് ടു ഗീവ് ആൻഡ് റിസീവ് ദ ഹയസ്റ്റ് എനർജി ഓഫ് ഓൾ. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തെ ഓപ്പൺ ആക്കി വയ്ക്കുക. നിങ്ങൾ സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും സുരക്ഷിതമായ ഒരിടമാണ്. നിങ്ങളെ സ്നേഹിക്കുന്നതുകൊണ്ട് ആർക്കും ഒരു കുഴപ്പവും പറ്റത്തില്ല എന്ന് അവർക്ക് മനസ്സിലാവണമെങ്കിൽ നിങ്ങളുടെ ഹൃദയം വിശാലമായി തുറന്നു വയ്ക്കുക എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. കമൻറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളവർ കമൻറ്റും കൂടെ ചെയ്യുക. പേഴ്സണൽ റീഡിങ്ങിൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.